സമസ്തയിലെ തർക്കം പരിഹരിക്കാൻ വിളിച്ച യോഗത്തിൽ സമവായമായില്ല. മുസ്ലിം ലീഗ് വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന നേതാക്കൾ യോഗം ബഹിഷ്കരിച്ചതോടെ ചർച്ച നടന്നില്ല. സമസ്തയിൽ രണ്ട് വിഭാഗം ഇല്ല എന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങളും പാണക്കാട് സാദിഖ് അലി തങ്ങളും പറഞ്ഞു. സമസ്ത മുശാവറ യോഗത്തിന് ശേഷം സമവായ ചർച്ച വീണ്ടും നടക്കും. സമസ്ത ഒറ്റക്കെട്ടായി പോകണം എന്നത് എല്ലാവരുടെയും ആവശ്യമാണെന്ന് സാദിഖ് അലി തങ്ങളും നേതൃത്വത്തിന് വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങളും വ്യക്തമാക്കി. എല്ലാവരെയും വിളിച്ചു ചേർത്തിരുന്നു. ഇതില് വിമത വിഭാഗം എന്നോ ഔദ്യോഗിക വിഭാഗം എന്നോ എന്നുള്ള ചേരിതിരിവില്ല. എല്ലാവരും ഔദ്യോഗിക വിഭാഗം തന്നെയാണ്. ഔദ്യോഗിക വിഭാഗത്തിൽപ്പെട്ട എല്ലാവരെയും അഭിപ്രായ ഭിന്നതകളൊക്കെ സ്വാഭാവികമാണ്. അതിൽ കുറച്ച് ആളുകൾ വന്നു, കുറച്ച് ആളുകൾക്ക് വരാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. ഏതായാലും ഇനിയും പ്രശ്നങ്ങൾ സമ്പൂർണ്ണമായിട്ടും പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അപ്പോൾ പരസ്പരം അങ്ങും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതായ പിന്നെ പ്രവർത്തകരും നേതാക്കന്മാരെയൊക്കെ വിളിച്ച് ബഹുമാനപ്പെട്ട തങ്ങളുടെയും കുഞ്ഞാടി സാഹിബിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ സമസ്തനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ത്യ എം ഡി സാഹിബിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ അവരെ വിളിച്ച് ചില ഉപദേശങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സന്ദർഭം ഒരുക്കിയതായിരുന്നു. അത് ഇന്ന് ചില വിഭാഗങ്ങൾക്ക് ചില ആളുകൾക്ക് വരാനെന്താ ചില അസൗകര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്തൊരു ദിവസത്തേക്ക് ഞങ്ങളത് നീട്ടിവെച്ചിട്ടുണ്ട്. അടുത്ത ദിവസം ഇൻഷാ അല്ലാഹ് അത് നടക്കുകയും ചെയ്യും. അങ്ങനെ സമസ്ത കേരള ജമീയത്തുൽ ഉലമയും മുസ്ലിം ലീഗൊക്കെ പഴയ കാലത്തുള്ളതുപോലെ ഒറ്റക്കെട്ടായിട്ട് യാതൊരു നിലക്കുള്ള ഭിന്നിപ്പില്ലാതെ ഒന്നിച്ചു പോവുകയും ചെയ്യും. അതിൽ യാതൊരു സംശയമില്ല. കൂടുതൽ വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്ത് ചേരുകയാണ്. ശാന്തകുമാർ, ഏതായാലും ഭിന്നത ഉണ്ട് എന്ന കാര്യം ലീഗ് നേതൃത്വവും സമസ്ത നേതൃത്വവും മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം എന്ന് തോന്നുന്നു. അതിനകത്ത് തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുമ്പോൾ മറ്റേ വിഭാഗം വിട്ടുനിന്നു എന്ന് ഒരു വിഭാഗം എന്ന് തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം അങ്ങനെ പറഞ്ഞ് വളരെ വേഗം തിരുത്തിയെങ്കിലും അങ്ങനെ തന്നെ പറയുന്നു. അപ്പോൾ ഈ ഭിന്നത അംഗീകരിക്കുന്നു, പക്ഷേ സമവായ ചർച്ച ഫലം കാണാതെയും പോകുന്നു. അങ്ങനെ വേണം മനസ്സിലാക്കാനല്ലേ? കാരണം ഈ ലീഗ് വിരുദ്ധ വിഭാഗം വിട്ടുനിൽക്കുകയായത് എന്ന കാരണം സമവായ ചർച്ച ഒരു ഫലം കണ്ടു എന്ന് പറയാനാകില്ലല്ലോ. തീർച്ചയായും ലീഗ് വിരുദ്ധ വിഭാഗം, സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗം ഈ ചർച്ചയിൽ പങ്കെടുത്തതേയില്ല. ഒരാൾ പോലും ഇതിൽ പങ്കെടുത്തില്ല. 10 പേർ എന്നായിരുന്നു ഇവർ ധരിച്ചിരുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ലീഗ് അനുകൂല വിഭാഗവും തയ്യാറാക്കിയിരുന്നു. ജിഫ്രി മുത്തുക്കോയ തങ്ങളും അതുതന്നെയാണ് കരുതുകയും ചെയ്തത്. പക്ഷേ ഇന്ന് മലപ്പുറത്ത് ഇത്തരമൊരു സമവായ ചർച്ചയ്ക്ക് വേണ്ടി ആവശ്യം ഉന്നയിച്ചപ്പോൾ, അല്ലെങ്കിൽ അതിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ട് വരേണ്ടവർ ആരും തന്നെ ഇതിനെത്തിയില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ ഏറ്റവും ആദരണീയമായ വ്യക്തിത്വമാണ് ഈ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്നതും, ഒപ്പം തന്നെ ഈ മതപണ്ഡിതൻ എന്നുള്ള രീതിയിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളും, ഒപ്പം തന്നെ ലീഗിന്റെ നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും, ഇവർ എല്ലാവരും ചേർന്ന് ഒരു യോഗം വിളിക്കുമ്പോൾ ആ യോഗത്തിലേക്ക് സമസ്തയിലെ ഒരു വിഭാഗം വരുന്നില്ല എന്ന് പറയുമ്പോൾ അത് അതീവ ഗൗരവം തന്നെയാണ്. അവർ ഉന്നയിച്ച ആവശ്യങ്ങൾക്കും പരാതികളിലും ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അത് തന്നെയാണ് ഇന്നത്തെ സമവായ ചർച്ചയിലും കണ്ടത്. നേരത്തെ തന്നെ ലീഗ് വിരുദ്ധ വിഭാഗം ചൂണ്ടിക്കാട്ടിയതും അതുതന്നെയായിരുന്നു. കാരണം 11-ാം തീയതി, അതായത് മറ്റൊന്ന് മുശാവറ യോഗം നടക്കുന്നുണ്ട്. മുശാവറ യോഗത്തിന് മുമ്പ് ഒരു സമവായ യോഗത്തിന്റെ യാതൊരു പ്രസക്തിയുമില്ല എന്ന് അവർ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയതാണ്. അത് അനൗദ്യോഗികമായി തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അവയെല്ലാം വിശ്വസിക്കാവുന്ന വിധത്തിൽ തന്നെയാണ് അവർ ഇന്ന് ഈ ചർച്ചയിൽ നിന്ന് വിട്ടുനിന്നെന്നും വ്യക്തമാവുന്നത്. കാരണം ഈ സമസ്തയുടെ ആശയങ്ങൾക്കുമായി മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ സംരക്ഷണ സമിതി ഉണ്ടാക്കി ഒരു സമാന്തര സംഘടന ഉണ്ടാക്കാനാണ് ലീഗ് അനുകൂല സംഘടനകൾ തയ്യാറായിരുന്നത്. അവർക്കെതിരെയാണ് നടപടി വേണ്ടത് എന്നാണ് ലീഗ് വിരുദ്ധ വിഭാഗം ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. അതിലേക്ക് പോവാതെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു സമവായ ചർച്ചയ്ക്ക് പോകുന്നത്. അതുകൊണ്ട് അതിനൊരു പ്രസക്തിയുമില്ല എന്ന് തന്നെയാണ് ലീഗ് വിരുദ്ധ വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. സമസ്തയിൽ ഭിന്നത തുടരുക തന്നെയാണ്. സമവായ ചർച്ച മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചു എന്നാണ് വാർത്താ സമ്മേളനത്തിൽ നിന്ന് ലീഗ് സമസ്ത നേതൃത്വങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ശാന്തകുമാർ വെള്ളാലത്താണ് മലപ്പുറത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.